ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ഇന്നലെ ഇൻട്രോ പറഞ്ഞത് നിങ്ങളാരും ഇന്നലെ ഞാൻ ഇച്ചിരി പറഞ്ഞായിരുന്നു ഡാഡിക്ക് ഇന്ന് ഇത്തിരി വയ്യാതൊക്കെ വന്നായിരുന്നെന്ന്. പക്ഷെ ആരും അതിനെപ്പറ്റി ചോദിച്ചില്ല. ഇൻട്രോ എന്നും കേൾക്കുന്നത് കൊണ്ട് സ്കിപ്പ് അടിച്ച് പോയായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ആരും ചോദിച്ചില്ല എന്തോ പറ്റിയെന്ന് ഡാഡിക്ക്. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണമെന്ന് പറയാൻ ഡാഡിക്ക് പെട്ടെന്നൊരു വല്ലാതെ വയ്യാഴി വന്നു. വയ്യാഴി എന്ന് പറയാൻ ഡാഡി എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇരിക്കുമല്ലേ വീട്ടിൽ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഒന്നും നടക്കാൻ പോകണം, ഈ മുറിക്കകത്ത് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അല്ലാതെ പിന്നെ വെളിയിലോട്ട് അങ്ങനെ നടക്കാനൊന്നും അങ്ങനെ പോകാറില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും വെളിയിൽ പോകണ്ട, ഞാൻ പറയും ഈ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ നടന്നാൽ മതി എന്ന് പറയുമായിരുന്നു. കാരണം ഇപ്പോഴും ഡാഡിയുടെ ചിന്ത ഡാഡിക്ക് എല്ലാം തന്നെത്താൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ചിലപ്പോഴൊക്കെ ഡാഡി കാണിക്കുന്നത് നമുക്ക് അറിയത്തുള്ളൂ. അങ്ങനെ ചില സമയത്ത് കാണാനോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മളൊന്ന് ആരെങ്കിലും എന്തോ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇന്നാണ് നിങ്ങളോട് അതൊക്കെ പറയട്ടെ എന്ന് വെച്ചാൽ സംഭവം ഇതായിരുന്നു. പ്രൈസമ്മോനെ ഗേറ്റിൻ്റെ അവിടെ വരെ വിടാനായിട്ട് ഡാഡി പറഞ്ഞായിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് താഴോട്ടൊന്ന് പോയിട്ട് വരട്ടെന്ന്. അപ്പം താഴെ ഡാഡി പോയി. ഇവൻ്റെ കൂടെ ഇവൻ എന്തോ ചെയ്യുമെന്നോ ഇവൻ അങ്ങ് നേരെ അങ്ങ് മുന്നിട്ട് ഓടി പോകും. ഞാൻ മറാഠി എഴുതി കൊടുത്തിട്ടാണ് വന്ന് ഇത് ഇടുന്നത്. അപ്പം അറിയത്തില്ലെന്നും പറഞ്ഞു വന്നേക്കോ. ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നുകൂടെ പഠിക്കുന്നു. അപ്പം ഡാഡി അന്നേരം ഇതിന് റേച്ചാൻ ഓഫീസിലങ്ങ് പോയി. ഓഫീസിൽ പോയിട്ട് റേച്ചാൻ ഒരു 20-25 മിനിറ്റൊക്കെ ആയി പോയിട്ട്. അത് കഴിഞ്ഞാൽ ഇവർ പോയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് റേച്ചാൻ്റെ ഫോൺ വന്ന് ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോഴത്തേക്കിന് അതങ്ങ് കട്ടായി. പിന്നെ പോളിൻ്റേത് വിളിച്ച് എളുപ്പം താഴെ വാ, അപ്പച്ചൻ വോമിറ്റിങ് ചെയ്തെന്നും പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുകയും ചെയ്തു, റേച്ചാൻ പോയിട്ട് അരമണിക്കൂറായാലും ഓഫീസിൽ എത്തേണ്ട സമയമായി, എന്തോ പറ്റിയെന്ന്. ഈ പ്രൈസൻ അങ്ങ് നേരത്തെ ഓടുക, പിന്നെ പുറകെ ഇങ്ങനെ ഡാഡി ഇങ്ങനെ നടന്നു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അവനൊന്നും അറിഞ്ഞില്ല. അപ്പം ഞാൻ പോളോട് പറഞ്ഞു എളുപ്പം പോടാ. അപ്പം റേച്ചൻ താഴെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഫോൺ വന്നത് പോളാ സംസാരിച്ചേ. അപ്പം പോൾ എന്നോട് ഇത്രയും പറഞ്ഞു, അപ്പച്ചൻ ഉൾട്ടി ചെയ്ത് താഴെ ചെല്ലുന്നു പറഞ്ഞെന്ന്. എന്നിട്ട് ഡാഡി വോമിറ്റിങ് ചെയ്തിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം റേച്ചാൻ എന്താണെന്നോ പോകാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്, റേച്ചാൻ എന്താ ഇത്ര നേരമായിട്ട് പോകാൻ? ഞാൻ താഴെ എന്തോ എടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു റേച്ചാൻ വണ്ടി എടുക്കാൻ പറഞ്ഞു. റേച്ചാൻ്റെ ഹെൽമെറ്റ് കാണുന്നില്ല. ഞങ്ങളുടെ ഈ അലീക്കയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഈ മോഷണം ഇപ്പോഴെന്ന് പറയുന്നത് കുറേ പുതിയ ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഞാൻ അന്നേരം റേച്ചടുത്ത് പറഞ്ഞു, വിദ്യാഭ്യാസവും അതും ഉള്ളവരൊന്നും ആരും മോഷ്ടിക്കത്തില്ല. നമുക്ക് പറയാനൊക്കത്തെ ഞാൻ വന്ന അന്ന് തൊട്ട് ഇവിടെ ഉള്ള ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഇപ്പം കുറേ പുതിയ വിധങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഇതുമില്ലാത്ത കുറേ ആൾക്കാർ. അപ്പോൾ റീച്ചാൻ അന്നേരം വാച്ച്മാൻ്റെ അടുത്ത് ഹെൽമെറ്റിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ട് നിന്നുണ്ടേ. ഡാഡി കാണുന്നില്ല റീച്ചാനെ. റീച്ചാൻ കണ്ടു ഡാഡി ഛർദ്ദിക്കുന്നത്. റീച്ചാൻ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഡാഡി വീണ്ടും അങ്ങ് മുന്നോട്ട് പ്രൈസിൻ്റെ പുറകെ അങ്ങ് പോകുന്നത് പോലെ പോവുക. അപ്പോൾ പെട്ടെന്ന് റീച്ചാൻ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ എന്നിട്ട് റൂമിൽ കൊണ്ടുവന്നു. അന്നേരം ഞാൻ ചോദിച്ചാൽ എന്തോ പറ്റുന്നു പറഞ്ഞ് ഇങ്ങനെ ഛർദ്ദിച്ചെന്ന്. അപ്പോൾ എന്നിട്ട് റീച്ചാൻ അങ്ങ് ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞ് ഓഫീസിൽ പോയി. ഞാനിവിടെ ഇത്തിരി ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ നേരം ഡാഡി ചോദിച്ചു എന്തോ പറ്റും അങ്ങനെ. എന്നാൽ രാവിലെ ഒന്നും അങ്ങനെ ഇഡലിയാണ് കഴിച്ചത്, ഡൈജഷൻ അങ്ങനെയുള്ള രീതിയിലൊന്നും. അപ്പോൾ അതിൻ്റെ 2 ദിവസത്തിന് മുമ്പിട്ട് ഡാഡിയുടെ സിസ്റ്റർ വീണ് ഓപ്പറേഷനൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ഇങ്ങനെ ഫോണൊക്കെ വന്നായിരുന്നു. അപ്പം ഞാൻ എന്താണ് വെച്ചാൽ പറഞ്ഞ് ആ ടെൻഷൻ എടുത്ത് ആയിരിക്കാമെന്ന് പറഞ്ഞു. വെച്ചാൽ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, മനുഷ്യരാകുമ്പോൾ ഇങ്ങനെ എപ്പോഴെന്തോ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന്. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ അങ്ങോട്ട് വീണ്ടും തുടങ്ങി മൂടി എല്ലാം ഒരു വിധത്തിൽ. ഞാൻ പിന്നെ ഒരു വിധത്തിൽ വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് പ്രായമല്ലേ, അല്ലെങ്കിൽ തന്നെ വേച്ചാൽ നടക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കൈ പിടിക്കും ചെന്നാലൊന്നും ഇഷ്ടപ്പെടത്തുമില്ല. അപ്പം ഞാൻ പലപ്പോഴും പിള്ളേരുടെ പ്രേയറിനൊക്കെ പോകുന്നതന്നെ പറയടാ അപ്പച്ചനെ പിടിച്ചിറക്കടാ അപ്പച്ചനെ. അത് വേണ്ട 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 എന്ന് പറഞ്ഞങ്ങ് കൈ മാറ്റുമായിരുന്നു. എന്നിട്ട് അങ്ങനെ ഇവിടെയൊക്കെ വയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്ക് വാങ്ങിച്ചത് ഇങ്ങനെ ഊന്നുവടി, അത് കുറച്ച് നാൾ ഉപയോഗിച്ച് പിന്നെ അതിവിടെ വെച്ചേക്കുക, ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ പിന്നെ ആളപ്പോഴത്തേക്ക് ഇത്രയും വധമായി. ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ, ഒരു
ചെയർ ഇങ്ങോട്ടെടുത്ത് അതിൽ പിടിച്ചങ്ങ് ഇരുത്തി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് റീച്ചാൻ ഫോൺ ചെയ്തു, റീച്ച ഇങ്ങനെ വയ്യ, എളുപ്പം വാന്ന്. അപ്പോൾ റീച്ചൻ താഴെ വന്ന് പറഞ്ഞ ഞാൻ ദാ വരുവന്ന്. അപ്പോൾ എപ്പോഴും സമയം ഇപ്പോൾ 11:30 തുടങ്ങിയ സംഭവം ഇത്. അപ്പോഴത്തേക്കിനൊരു 12-12:30 ആയി. ഞാൻ പെട്ടെന്ന് ഈ അത്രയും വൊമിറ്റിങ് ചെയ്തില്ലേ, ഇത്തിരി ഇലക്ട്രോലൈറ്റ് പൗഡർ ഇരിപ്പുണ്ടായിരുന്നു, അത് കലക്കി കുറച്ച് കൊടുത്ത്. അത് ചിലർക്കൊക്കെ ആ ടേസ്റ്റില്ലേ, ഉപ്പും മധുരവും എല്ലാം കൂടെ അല്ലേ അത് കാരണം അത്രയ്ക്ക് അങ്ങനെ ഡാഡിയുടെ ദേഹത്തുനിന്ന് വെള്ളം പോയി. അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് പ്രായമല്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർക്ക്, ഡാഡിയുടെ നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റാണ്, പുള്ളിക്കാരനെ വിളിച്ചോണ്ടേ. അപ്പോഴത്തേക്കിനും അയാൾ പോകാൻ സമയമായി, 1 മണിയാണ്. അപ്പോൾ പുള്ളി പോകാൻ ഇറങ്ങിയ പുള്ളി ഓൺലൈനിൽ കൂടെ വോമിറ്റിങ്ങിനുള്ള മരുന്ന് തന്നു. എന്നിട്ട് പറഞ്ഞ് കുറവില്ല എങ്കിൽ അത് അവിടെ കിടത്തി ചികിത്സയില്ല, കുറവില്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഛർദ്ദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ BP ഒക്കെ നോക്കി. BP ഒക്കെ അന്നേരം കുഴപ്പമില്ലായിരുന്നു, നോർമൽ തന്നെയായിരുന്നു. പിന്നെ ഈ മെഡിസിൻ ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ, പിന്നെ ഞാൻ അത് കൊടുക്കാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി, നാരങ്ങ. അപ്പോൾ ആദ്യം കുറേ അങ്ങ് ഛർദ്ദിച്ച് കഴിഞ്ഞ് പിന്നെ ആളങ്ങ് ആ ഇലക്ട്രോലൈറ്റ് വെള്ളം കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും നാടി പറഞ്ഞ് നിൽക്ക്, ഞാൻ 10 മിനിറ്റ് ഒന്ന് കിടക്കട്ടെന്ന്. അങ്ങനെ 10 മിനിറ്റ് കിടന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, ഹോസ്പിറ്റലിൽ വന്നെന്നും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചാൽ ഡാഡിയുടെ വാക്ക് കേട്ടോണ്ടിരിക്കല്ലോ, എങ്ങനെയും എങ്ങനെയും നിർബന്ധിച്ച് കൊണ്ടുപോകണം, പ്രായമാണ്, വീട്ടിൽ ഇങ്ങനെ ഇരുത്തി. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിലുള്ള തങ്കച്ചാനെയും രായിച്ചാനെയൊക്കെ വിളിച്ചൊന്ന് പറ ഈ സംഭവം ഇങ്ങനെ. അങ്ങനെ തങ്കച്ചാനൊക്കെ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് ഡാഡി അങ്ങ് ഉറങ്ങി. ഞാൻ പറഞ്ഞ് എന്ന് വിളിക്കണ്ട, കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെന്ന്. എന്നിട്ട് എനിക്കും ഒരു വെപ്രാളം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ നാരങ്ങ വെള്ളം എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെച്ച് കുടിക്കാൻ പറഞ്ഞു. കാരണം തളർന്നു പോയാൽ എന്തോ മീൻസ് അങ്ങനെ ഡീഹൈഡ്രേഷൻ ആകുമോ എന്നുള്ളൊരു പേടി. കാരണം അത്രയ്ക്ക് ശരീരത്തിൽ നിന്ന് പോയി വയറ്റിൽ നിന്നുള്ളതെല്ലാം വെള്ളമായിട്ടൊക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ വിളിക്കണ്ട, അങ്ങ് ഉറങ്ങട്ടെന്ന് പറഞ്ഞു. അരമണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് പനി പോലെ ഒന്ന് കിടുങ്ങൽ പോലായി. അപ്പോഴത്തേക്കിന് എനിക്കങ്ങ് വല്ലാതെ. ഞാനിവിടെ അപ്പോഴത്തേക്കും പോളുണ്ടായിരുന്നു, റീച്ചാൻ ഓഫീസിൽ പോയില്ല. ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ വരുന്നില്ല, ഇങ്ങനെ പപ്പായ്ക്ക് ഇങ്ങനെ വയ്യാന്ന്. അപ്പോൾ പോൾ അന്നേരം ആ സമയത്ത് അവൻ പാൽ വാങ്ങിക്കാൻ പോയിപ്പോയിരുന്നു. അവൻ വന്ന് അപ്പോൾ പോളും റീച്ചാനോടുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നു സഹിക്കാൻ ഞാൻ കരഞ്ഞോണ്ടിരുന്നു. പോള് കയറി വന്നു. പോള് എന്തോ മമ്മി, ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. എനിക്ക് പനിയും കൂടെ വരുന്നു, കിടുങ്ങലൂടെ ആയപ്പോഴത്തേക്കും എനിക്കൊന്നും വല്ലാതെ. അപ്പോൾ പിന്നെ ഞാൻ എന്തോലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ പിന്നെ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കിയിട്ട് പയറൂടെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ആളങ്ങ് പിന്നെ ആ ഒരു ഛർദ്ദിലൂടെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് ഉറങ്ങി. പനി പോലെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക, നെറ്റി തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എണീറ്റിട്ട് ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ട് കുറച്ച്, കാരണം ഞാൻ പറഞ്ഞു വിശപ്പിനായിട്ട് കഴിക്കണ്ട, ഒരു 3-4 സ്പൂൺ കഞ്ഞി അച്ചാറും ഇട്ട് ഞാൻ എന്നാൽ കോരി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും വേണ്ട. പിന്നെ ഞാൻ പിടിച്ച് ഇങ്ങനെ ആ പാത്രം ഞാൻ പിടിച്ചോണ്ടിരുന്നു, പുള്ളി തന്നെ കോരി കുടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ പാരസിറ്റമോളും ഈ വൊമിറ്റിങ്ങിൻ്റെ മരുന്നോട് കൊടുത്തിട്ട് അങ്ങ് ഉറങ്ങി. അപ്പോൾ പിന്നെ റീച്ചാൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ജോലിയൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കിനൊക്കെ എനിക്ക് വീട്ടു ജോലി ചെയ്യാൻ മനസ്സില്ല. ഞാൻ അന്ന് ആ കഞ്ഞിയും പയറുമാണ് വെച്ചത്. ഞാൻ ഇവിടെ വന്നിരിക്കും, എനിക്കൊരു സമാധാനമില്ല, വീട്ടിൽ ഒരു വക ചെയ്യണമെന്ന് എനിക്കില്ല, എല്ലാം ജോലി ഇതുപോലെ കിടക്കും. പിന്നെ അപ്പോഴത്തേനും അനു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അനു ഇവിടെ എല്ലാം. എന്നിട്ട് ഞങ്ങൾ ക്ലീൻ ആക്കി. ഞാൻ എന്നിട്ട് റീച്ചാൻ വരുന്നതിന് മുമ്പ് ഒരു വിധത്തിൽ ഡാഡിയുടെ ബനിയനൊക്കെ ഊരി മുഖമൊക്കെയും തുടച്ച് ദേഹമൊക്കെയും തുടച്ചിരുത്തി. ബാക്കിയൊക്കെ പിന്നെ റീച്ചാൻ വന്നു, റീച്ചാൻ പാവം റീച്ചാൻ ചെയ്തു. അത് കഴിഞ്ഞ് കഞ്ഞി ഞാൻ പറഞ്ഞ ഒരു 3-4 സ്പൂൺ കൂടി കൂടെ കുടിച്ച് ഗുളികയും കഴിച്ചിട്ട് കിടന്നു. അപ്പോഴത്തേക്കും മണി 3:30 കഴിഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു റീച്ചാൻ ഇനി ഞാനൊന്ന് അകത്തോട്ട് പോവാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ. അപ്പോൾ എന്നിട്ട് ഇവിടെ വന്ന് എനിക്ക് ഇതായിട്ടും എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും. 4:30 ആയപ്പോഴത്തേനും ആൾ എണീറ്റിരുന്ന് ചായയൊക്കെ കുടിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ ചെന്ന് പോകണം പറഞ്ഞാൽ ആ കുട്ടപ്പനായി ഇരിക്കുക എന്നല്ലേ. അപ്പോൾ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നേരം, അപ്പം ഞായറാഴ്ചയായിരുന്നു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഡാഡിയേക്കാൾ മൂത്തേതൊന്നും ഒരു അച്ഛൻ മരിച്ചു. അങ്ങനെ ഇവർ ഞങ്ങൾ പോയില്ല. അന്ന് പ്രെയർ 1.5 മണിക്കൂറേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ അടുത്തു നിന്നുള്ളവർ ന്യൂ ബോംബെയിലായിരുന്നു, നവി മുംബൈയിലായിരുന്നു.
പുള്ളിയുടെ അടക്കമൊക്കെ. അപ്പോൾ ഇവിടുന്ന് റേച്ചാനും എനിക്ക് ഈ യാത്ര പറ്റാത്തത് കൊണ്ട് ഞാൻ ഛർദ്ദിച്ചു പാടാവും. അതുമല്ല അത്രയും എനിക്ക് ഇരുന്ന് പോകാനും വയ്യാത്തതുകൊണ്ട് ഇവരന്ന് 9 മണിക്ക് ഇവിടുന്ന് പോയി പ്രെയർ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇവർ വന്ന ഉടനെ മണി 9:30 കഴിഞ്ഞ് ഇവിടെ എത്തിയണ്ണേ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഡാഡിയെ കൊണ്ടുപോണ്ട, ഇത്രയും പ്രായമല്ലയോ. അപ്പോൾ അത് കേട്ടാൽ ഡാഡിയെ കേൾക്കത്തില്ല, പോകണമെന്ന് പറഞ്ഞ് ഡാഡി നിർബന്ധം പിടിച്ച് നമ്മൾ പറയുന്നൊന്നും ഡാഡി കേൾക്കത്തില്ല. ഡാഡി ഒന്ന് തീരുമാനിച്ചാൽ അതേ നടത്തത്തുള്ളൂ. അങ്ങനെ അതൊക്കെ മൈൻഡിലുണ്ട് പുള്ളിയുടെ കേട്ടോ. അപ്പം ഞങ്ങൾ രാത്രി ഇന്നലെ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ് ഡാഡി ഇത് ടെൻഷൻ എടുത്തേ, അല്ലാതെ ഒന്നും അല്ലല്ലേ. ലില്ലിക്കുട്ടിമാമയുടെ കാര്യവും മീൻസ് പെങ്ങടെ കാര്യവും കേട്ട് പിന്നെ അന്നത്തെ സൺഡേലത്തെ യാത്രയെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞ് മനുഷ്യരല്ലേ ഡാഡി പറ, ഞാനും ചിന്തിച്ച് ചിലതൊക്കെ ചിന്തിച്ചു. ഇനി അടുത്ത കാരണം ഞങ്ങളുടെ ചർച്ചിൽ ഇനി പ്രായമുള്ളത് ഡാഡിയാണ്. എൻ്റെ ഊഴാന്നൊക്കെ ഇതൊക്കെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടിയതാന്ന് തോന്നുന്നു കേട്ടോ. പെങ്ങടെ കാര്യവും ഇതൊക്കെ ചിന്തിച്ച് അങ്ങനെ എനിക്കൊന്ന് പ്രഷർ ആ സമയത്ത് ഞങ്ങൾ ഈ ഛർദ്ദിച്ചെല്ലാം കഴിഞ്ഞിട്ട് ആ പ്രഷർ നോക്കിയത്. അന്നേരം 130-170 ഉള്ളായിരുന്നു. അതിനു മുമ്പിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പ്രഷർ എങ്ങാണം കൂടി ചിന്തിച്ച് ആളിങ്ങനെ ആയതാണെന്നാണ് തോന്നുന്നത്. എന്നിട്ട് വന്നിട്ട് പറയുക എനിക്ക് പിന്നെ വെളിയിലോട്ട് പോകാൻ തന്നെ എനിക്കൊന്ന് തോന്നി എന്തെങ്കിലും തോന്നിയായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടെ, അങ്ങനെ തോന്നലുള്ളപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പോകുന്നത്. അതാ ഞാൻ എന്നാൽ പറഞ്ഞത്. മുടി വെട്ടാനാന്നേലും ഇവിടുന്ന് സ്റ്റേഷൻ്റെ അവിടെ കണ്ടൊരിടത്താണ് പോകുന്നത്. അത് പണ്ട് തൊട്ടേ ചെയ്തേ. അപ്പം ഞാൻ എന്നും പറയും അവിടെ വരെ പോകണ്ട, ഇവിടെ നമ്മുടെ അടുത്തുള്ള റീച്ചാനും പറയും ഞാൻ ഇവിടെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കാൻ ഇല്ല, ഞാൻ തന്നെ വയ്ക്കോളാം, അതിനു വേണ്ടി നിൽക്കണ്ട, ഞാൻ ഇന്നടുത്തേ പോകത്തുള്ളൂ. എന്താ ലെസൺ നമ്പർ 5 എന്തുവാ? ഇപ്പൊ അറിയാവുന്നത് എഴുതും, പിന്നെ അത് നോക്കാം. അതാ ഞാൻ പറയുന്നത്. അന്നേരം എന്നോട് ചില കമൻറ്റിൽ പറയുകയും ചെയ്ത് അപ്പച്ചൻ്റെ ഫ്രീഡത്തിന് അപ്പച്ചനെ അങ്ങ് വിടുന്നു. ഞാനെന്താ പറയുന്നത്, ഇപ്പം റീച്ചാൻ താഴെ ഇല്ലായിരുന്നെങ്കിൽ ഛർദ്ദിച്ചിട്ട് ആൾ അവിടെ ഇരുന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകുമായിരുന്നു. അവിടെ നിന്നും പോയി വീണായിരുന്നെങ്കിൽ ആര് അറിഞ്ഞ. ദൈവമായിട്ട് റീച്ചാൻ്റെ ഹെൽമെറ്റ് എന്നിട്ട് വൈകിട്ട് ആ ഹെൽമെറ്റ് ആരോ കൊണ്ട് ഹെൽമെറ്റ് റീച്ചാൻ്റെ വണ്ടിക്കകത്തുണ്ട്. അപ്പം ഞാൻ പറയാം ചിലപ്പം മനഃപൂർവ്വം ദൈവമായിട്ട് ആരെയും കൊണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കാൻ. ഹെൽമെറ്റ് പോയതുകൊണ്ടല്ലെങ്കിൽ റീച്ച അത്രയും നേരം അവിടെ നിന്ന്, അല്ലെങ്കിൽ റീച്ച ഓഫീസിൽ എത്തിയിട്ട് ഓഫീസിൽ നീങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങും പോകല്ലോ. ഞാൻ പറഞ്ഞു ഇനിയും മേരി എവിടെ ആന്നേലും കഴിഞ്ഞ ദിവസം ഞാൻ ഷേവിങ് ചെയ്യട്ടെന്നും പറഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞ് ഡാഡി പോകലെ, ഒന്നേ റീച്ചാൻ വന്നിട്ട് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല, ഞാൻ മാനേജ് ചെയ്യും അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മളെന്തോ ചെയ്യും, ഇങ്ങനെ കടുംപിടുത്തം പോലെ നിന്നാ. അതുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, ഇവിടെ ഒന്നും അങ്ങനെ ചെയ്തില്ല. വൈകുന്നേരം ആയണേ ഡാഡിയും വൈകിട്ടും ഡാഡി കഞ്ഞിയാണ് കുടിച്ചത്. ഇവിടെ ഉള്ളവർക്കും കൂട്ടാനൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാനൊരു ചമ്മന്തി അരച്ച്, പിന്നെ പോൾമോനൊക്കെ പിന്നെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മുട്ടയും പൊരിച്ച് അങ്ങനെ ആയിരുന്നു ഇന്നലെ. പിന്നെ വൈകിട്ടൊരു മോര് കറിയും വെച്ച്. മോര് കറി വെച്ചാൽ പിന്നെ അവന് സമാധാനം ഉണ്ടല്ലോ. പിന്നെ റീച്ചാൻ്റെ ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തിക്ക് അങ്ങോട്ട് കൂട്ടാനൊന്നുമില്ല. അതുകൊണ്ട് റീച്ചാൻ അന്നേരം ഇല്ല വിനാഗിരി ഇട്ടില്ല വെള്ളക്കിട്ട മാങ്ങ ഉണ്ടല്ലോ, ചാറ് അതിൻ്റെ നീരൊഴിച്ച് കുടിക്കാൻ ചോറ് കഴിക്കാൻ ആൾക്കിഷ്ടം. അപ്പം ഞാൻ പറയാം എന്നാൽ ഇത് കഴിക്ക്. ചെറുപയർ തോരനുണ്ടല്ലേ, ചെറുപയർ തോരനും നമ്മുടെ വെള്ളം, മുളക് ഇഷ്ടമല്ല. ഞാൻ പറയാം മുളക് എനിക്കിഷ്ടമാണ്, പക്ഷേ ആ മാങ്ങയൊക്കെ കൂട്ടിയാൽ അത് ഡാഡിക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആകെ എല്ലാവരും എനിക്കെന്ന് പറയാനൊരു അതായത് രാത്രി ഇരുന്ന് ഞാൻ അവിടെ ഇരുന്നുണ്ടെ റീച്ചാൻ പറയാം നിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിനക്ക് ഉള്ളിൽ നിനക്ക് വെക്കാൻ അറിയത്തില്ല. ഞങ്ങൾക്ക് അവർക്ക് പോളും റീച്ചാന്ന് പറയുന്നത് അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും അത് ഉള്ളിലായിരിക്കുന്നത്.
ഇപ്പം ഞാൻ ചിരിക്കുന്നു. അയ്യോ ഇന്നലത്തെ ഈ അവസ്ഥ എൻ്റെ ദൈവമേ, അയ്യോ ഓർക്കാൻ വയ്യെന്ന് വെച്ചാൽ ഓർക്കാൻ വയ്യായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അമ്മയൊക്കെ ഞങ്ങൾക്ക് ടെൻഷനായി. എന്തുവന്നേലും എല്ലാവരും പ്രാർത്ഥിച്ചു, ചർച്ചയെ വിളിച്ച് പറഞ്ഞ്. പിന്നെ ആ പനിയൊക്കെ ഉണ്ടാകുന്ന ഞങ്ങൾ പിന്നെ വെച്ചോണ്ടിരിക്കത്തില്ല. എന്നിട്ട് ഉടനെ ആ 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ റെഡിയായി. ആ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ വീണ്ടും നല്ലതുപോലെ ഉറങ്ങി. ഈയിടെ ഡയറ്റിങ് ആയിരുന്നു. വയറ് ഈ നടക്കാതൊക്കെ ഇരുന്നിരുന്ന് വയറ് കൂടി, പാൻറ്റൊന്നും ഇടാൻ വയ്യായിരുന്നു, വയറൊക്കെ കൂടിയെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം അവിടെ നിന്ന് എൻ്റെ കയ്യിൽ ഇത് പോയതിന് പ്രൈസിന് എന്തോ പറയുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല, അത് പറയാമെന്നോ ഞാൻ.